ഹായ് നമസ്കാരം, ഞാൻ ഔഷാദ് ഇബ്രാഹിം. ഹൃദയം, ശ്വാസകോശം, കുടൽ തുടങ്ങിയ ശരീരത്തിൻ്റെ ആന്തരികാവയവങ്ങളിൽ നിന്നുള്ള സൂക്ഷ്മ ശബ്ദങ്ങളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ആരോഗ്യ പരിപാലകർ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഓസ്കൾട്ടേഷൻ. സ്വിഗ്മോ മാനോമീറ്ററിനോടൊപ്പം രക്തസമ്മർദ്ദം പരിശോധിക്കുന്നതിനും സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കാറുണ്ട്. ഒരു സ്റ്റെതസ്കോപ്പിന് 4 ഭാഗങ്ങളാണുള്ളത്. അതിലൊന്നാണ് ഈ ചെസ്റ്റ് പീസ്. ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ മുൻവശത്തുള്ള ഈ ഡയഫ്രവും കുറഞ്ഞ ആവൃത്തിയിലുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ പിൻവശത്തുള്ള ഈ ബെല്ലും ഉപയോഗപ്പെടുത്തുന്നു. മറ്റൊന്ന് ഈ ട്യൂബാണ്. ചെസ്റ്റ് പീസിൽ നിന്ന് ശബ്ദതരംഗങ്ങളെ ഇയർ പീസിലേക്ക് കൈമാറുന്നത് ഈ ട്യൂബിലൂടെയാണ്. ഇത് ഇയർ പീസാണ്. ഇവ ചെവിയിൽ ഘടിപ്പിച്ചാണ് ശബ്ദതരംഗങ്ങളെ തിരിച്ചറിയുന്നത്. മറ്റൊന്ന് ഈ ഹെഡ്സെറ്റാണ്. ഇയർ പീസുകളെ ട്യൂബുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ ഹെഡ്സെറ്റിലൂടെയാണ് ശബ്ദതരംഗങ്ങൾ വ്യക്തമായി കേൾക്കാൻ നമുക്ക് സാധിക്കുന്നത്. 1816 ഫ്രഞ്ച് ഡോക്ടറായ റെനെ ലാനക്കാണ് സ്റ്റെതസ്കോപ്പ് ആദ്യമായി കണ്ടെത്തുന്നത്. ചുരുട്ടിയ കടലാസ് കഷ്ണങ്ങളും ട്യൂബുകളും ഉപയോഗിച്ചാണ് മനുഷ്യന്റെ ഹൃദയമിടിപ്പിന്റെ താളം ആദ്യമായി അദ്ദേഹം ഒരു ഉപകരണത്തിലൂടെ കണ്ടെത്തുന്നത്. 1851 ആർതർ ലിയാഡ് 2 ചെവികളിലൂടെയും ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുന്ന രീതിയിൽ ബൈനറൽ സ്റ്റെതസ്കോപ്പ് വികസിപ്പിച്ചു. 1852 ജോർജ് ഫിലിപ്പ് കാമൻ അതിനെ പരിഷ്കരിച്ച് പൊതു ഉപയോഗത്തിന് പര്യാപ്തമാക്കി. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ ഇത്തരം ഫ്ലെക്സിബിളായ ട്യൂബുകളിൽ മെച്ചപ്പെട്ട 2 തരം ശബ്ദങ്ങളിലൂടെ സ്റ്റെതസ്കോപ്പുകൾ വിപണിയിലെത്തി തുടങ്ങി. ഇന്നത് നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക ശബ്ദങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാനും ആവശ്യമുള്ള ഭാഗങ്ങൾ റെക്കോർഡ് ചെയ്ത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൂടുതൽ വിശകലനങ്ങൾക്ക് വിധേയമാക്കാൻ സാധിക്കുന്ന ഡിജിറ്റൽ സ്റ്റെതസ്കോപ്പ് വരെ എത്തി നിൽക്കുന്നു. ലിറ്റ്മാൻ ഉൾപ്പെടെയുള്ള ബ്രാൻഡുകളിൽ സ്റ്റെതസ്കോപ്പുകളുടെ ബൃഹത്തായ ശേഖരം മെഡ്വൺ സർജിക്കൽസിൽ ലഭ്യമാണ്. ഞാൻ ഔഷാദ് ഇബ്രാഹിം. താങ്ക് യു.